ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയുണ്ട്. അതുപോലത്തെ ഒരു യാത്രയാണ് കേട്ടോ ഇത്. റൂമിൽ കിടന്നുറങ്ങുണ്ടായി അന്ന ശരത്ത് പറഞ്ഞ് ഇങ്ങടുത്തേക്കും വരെ പോയിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അനസും ശരത്തും കൂട്ടിയിട്ട് പോയ പോക്കാട്ടാ. അങ്ങ് ദുബായ് എത്തുമ്പോൾ ഞാൻ ചോദിച്ചു ഏടറ പോകുന്നത്. അപ്പാന്ന് പറയുന്നത് ഏടില്ല സനുവാട്ടോ, ഒന്ന് അലൈനിൽ പോകണം. അലൈനിൽ പോയിട്ട് അതിലെ കൂടി തന്നെ ഒന്ന് അബുദാബിയിൽ പോകണമെന്ന്. പെട്ടില്ലേ. പക്ഷെ എന്താ പറയണ്ട്, ഏതായാലും കയറിയിലിരുന്നു. ഇനി തിരിച്ച് ടാക്സിക്കൊന്ന് വരാൻ കഴിയില്ല വെച്ചിട്ട് ഞാനും പോയിട്ടാ. അങ്ങനെ നേരെ അലയിലേക്ക്. ഓനെന്തോ ചങ്ങായിനെ ഏതോ ആരോ കാണാൻ പറ്റിയാണ്, അനസിൻ്റെ ഏതോ ചങ്ങായിനെ കാണാൻ പറ്റിയാണ് ഈ പോകുന്നത് കേട്ടോ. എന്നാലും രാത്രിയത്തെ ഒരു യാത്ര, നൈറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒരു വേറൊരു രസമല്ലേ. നല്ല ഭംഗി നോക്കി, എന്താ രസം നോക്കിയേ. ഇങ്ങനെ അങ്ങ് പോയിട്ടെ അലയിലേക്ക് പിന്നെ പ്രത്യേക ഒരു രസമാണ്. നമ്മുടെ നല്ല നാടിൻ്റെ ആ ഒരു ഫീലാണ്. കുറേ മരങ്ങളും ചെടികളെല്ലാം ആയിട്ട്, പിന്നെ അവിടെ കുറച്ച് തണുപ്പും ഉണ്ടാവും. ഇവിടെ ചൂട് ഇടില്ലത്ര നമ്മളെ ദുബായിലൊന്നും ഇല്ലത്ര ചൂട് അലയിൽ ഉണ്ടായില്ല. പിന്നെ അവിടെ ഇടയ്ക്ക് മഴയെല്ലാം പെയ്യുന്നുണ്ട്. നമ്മൊരു മഴയെല്ലാം കിട്ടുന്ന ചോദിച്ചു, പക്ഷെ നമുക്ക് മഴയൊന്നും കിട്ടിയില്ല കേട്ടാ. അങ്ങനെ നമ്മൾ അജുമാന്ന് ഏകദേശം ഒരു 6:30 വിട്ടത് കേട്ടാ. 6:30 വിട്ട് അങ്ങനെ അലയിലേക്കെല്ലാം എത്തി. അലയിലെത്തിയിട്ട് അവൻ്റെ ഏതൊരു ചങ്ങായിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അലയിൽ വേറെ പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് UAE വന്നത് അലയിലേക്കാണ്. 2012-13 ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ വരുന്നത് അലൈനിലേക്കാണ്. ഒരു 1.5 വർഷം ഉണ്ടായിന്. പിന്നെ ആയിരുന്നു മധ്യഗിരി പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മളെന്താക്കിയെന്ന് വെച്ചാൽ അലൈനിൽ ഓന് പോകേണ്ട സ്ഥലത്തേക്ക് എത്തി. ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ് അവൻ്റെ ചങ്ങായി കാത്തിക്കാന്ന് പറഞ്ഞത്. അങ്ങനെ അവനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. അവരെ കണ്ട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് അപ്പോൾ അലൈനിൽ എത്തിയ അവസ്ഥയ്ക്ക് വെറുതെ തിരിച്ച് വരാൻ പറ്റില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പറഞ്ഞു എന്നാലും ഒരു ചായ കുടിക്കാന്നെല്ലാം പറഞ്ഞ് ഒരു ചായ കുടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കഫ്റ്റീരിയയുടെ ഫ്രണ്ടിലേക്ക് പോയി കുറച്ച് സമയം അവിടെ ഇങ്ങനെ ചിലവഴിച്ചിട്ടാണ്. നല്ല അടിപൊളി ചായയായിരുന്നു. കഴിക്കാനും സ്നാക്സും കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ അലൈനിലെത്തിയ അവസ്ഥയ്ക്ക് അവിടുത്തെ കാലാവസ്ഥ എല്ലാം നല്ല കുഴപ്പമില്ല, വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ദുബായിൽ അത്ര ചൂടൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് ഓരോ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മൾ മടങ്ങിട്ടാ. അടുത്ത് നമുക്ക് പോകേണ്ടത് വെച്ചാൽ അബുദാബിയിലേക്കാണ് കേട്ടോ. അലൈൻ അബുദാബി റോഡിലേക്ക് കൂടി ഹൈവേയിൽ നല്ല അടിപൊളി റോഡാട്ടോ. അപ്പോൾ ആ റോഡിലേക്ക് കൂടി നമ്മൾ നേരെ വിട്ട് അടുത്തേക്ക് അബുദാബിയിലേക്ക് പോകുന്ന വഴിക്ക് വെച്ചാൽ അലൈനിൽ വെച്ചാൽ വേറൊരു പ്രത്യേകത വെച്ചാൽ അലൈനത്തെ എല്ലാ റൗണ്ട് ബോട്ടും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നല്ല ഡിസൈൻ ചെയ്ത് വെച്ചൊരു റൗണ്ട് ബോട്ടും കാര്യങ്ങളാണ്. നല്ല ആ രാത്രിയിൽ പോകുന്നതാണെങ്കിൽ നമുക്ക് കാണാൻ നല്ല രസമുണ്ട്. അടിപൊളി സെറ്റ് വൈബ് യാത്രയായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ വിട്ട് അടുത്തേക്ക് അബുദാബിയിലേക്ക് കേട്ടോ. നല്ല അടിപൊളി റോഡ് നോക്കിയാൽ എന്താ രസം കാണാനല്ലേ. അത് രാത്രി ഇതാ ലൈറ്റെല്ലാം ആകുമ്പോൾ നല്ല അടിപൊളി സെറ്റ്. അങ്ങനെ നമ്മൾ അലൈനിലെ ഒരു സിഗ്നലിലേക്ക് എത്തിയിട്ട് അബുദാബിയിൽ പോകുന്ന വഴിയിലെ അപ്പം കണ്ട അവിടെ ഒരു മരം കണ്ടെങ്കിൽ അതിന് മുകളിൽ കണ്ട ഫുള്ള് വെള്ള കളർ നല്ല പൂവ് പോലെ നല്ല രസമില്ല കാണാൻ. പക്ഷെ അത് പൂവല്ല കേട്ടോ, കൊച്ചയാണ്. നമ്മളെ നാട്ടിലെല്ലാം കാണുന്ന കൊച്ചില്ല, കൊക്ക്, അതിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട ഒരു സാധനം. അങ്ങനെ അബുദാബിയിലേക്ക് പോകുന്ന വഴിക്ക് അൽസാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ മുമ്പ് ഞാൻ ആദ്യമായിട്ട് വന്ന സ്ഥലം. നമ്മളെ അൽഫോവ എമിറേറ്റ്സ് ഡേറ്റ് ഫാക്ടറി കേട്ടോ. അബുദാബിയിലേക്ക് പോകുന്ന വഴിയിലാണ് അൽസാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എന്തായാലും ഒന്ന് ഇതുവഴി പോകുന്നതല്ലേ, ഒന്ന് നമുക്ക് ആ കമ്പനിയിലൊക്കെ ഒന്ന് കയറാമെന്ന്. കമ്പനിയുടെ അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ, ആ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വിടുകയൊന്നും ചെയ്യില്ല. അപ്പോൾ പുറത്ത് നിന്നിട്ട് വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടാണ്. ഒരുപാട് കാലത്ത് ശേഷമല്ലേ ഒന്ന് കാണുന്നത്. അന്ന് ആടുന്ന് പടി ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ ആ കമ്പനിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകുന്നത്. ആ റോട്ടിലേക്ക് കൂടി പോയിട്ടുണ്ടെങ്കിലും അവിടത്തേക്ക് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ അതും കൂടെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് കൂടെ പോയിട്ടാണ്. ഒരു മാറ്റവും ഇല്ല. ആ മുമ്പ് എങ്ങനെയുണ്ടായി അതേപോലെ തന്നെയാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. അൽഫോ എമിറേറ്റ്സ് ഡേറ്റ് ഫാക്ടറി. അങ്ങനെ നമ്മളെ പഴയ കമ്പനിയും കാര്യങ്ങളെല്ലാം കണ്ട് നേരെ വിട്ട് അബുദാബിയിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഞാനറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയിട്ടാ. ഞാൻ ഉറങ്ങുന്ന വീഡിയോ കറക്റ്റായിട്ട് ആരെടുത്തിന് അനസെടുത്തിന്, വേറെ വീഡിയോ ഒന്നും ഓൻ എടുത്തില്ല. ഞാൻ ഉറങ്ങുന്ന വീഡിയോ എടുത്തിന്. പറഞ്ഞത് കാര്യം ഉറങ്ങി എണീക്കുമ്പോൾക്ക് നേരെ എത്തി അബുദാബിയിലേക്ക് എത്തിയിട്ട് ഓന് കാണേണ്ട ആളെല്ലാം ഓൻ കണ്ടു. നമ്മൾ പിന്നെ എത്തിയ നേരെ നമ്മളെ ചങ്ങായി ഒരു റൂമുണ്ട്, ആ റൂമിലേക്ക്, നമ്മളെ അനസിൻ്റെ മുമ്പ് നമ്മളെ റൂമിലുണ്ടായ ചങ്ങായിട്ടാ. അവൻ നേരെ ഓൻ്റെ റൂമിലേക്ക് എത്തി. ആടെയും കുറച്ച് സമയം കിടന്ന് എന്തെന്ന് പറയണ്ട്, നല്ല അടിപൊളി റൂം. കിടക്കും കാണുമ്പോൾ ഉറങ്ങാൻ ആടുന്നെന്ന് തോന്നിയിട്ടാ. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ നമ്മുടെ ഫുഡ് വന്ന്, അടിപൊളി മന്തി. കുറേ കാലത്തിന് ശേഷം ഓനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അവൻ മന്തിയെല്ലാം ഓർഡർ ചെയ്തിട്ടാണ്, നല്ല അടിപൊളി ചിക്കൻ മന്തി. അപ്പോൾ നമ്മളൊരു 3 പേരുണ്ട്. പിന്നെ അടുത്ത റൂമത്തെ അവരും എല്ലാവർക്കും ഓനെ നല്ല വാങ്ങലെടുത്ത് വിളമ്പി തന്ന്. അപ്പോൾ എനക്കില്ല ഓകരി എനക്കും കൊണ്ട് തന്നു കേട്ടാ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. എന്താ വാങ്ങുകയൊക്കെ എവിടുന്ന് വാങ്ങിയെന്നൊന്നും അറിയില്ല കേട്ടാ. അവരുണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് വാങ്ങിയ കേട്ടാ. നല്ല അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ മന്തി. എന്തെന്ന് പറഞ്ഞിട്ട് കാക്ക പോലും ഇരയെടുക്കാത്ത സമയം എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ സമയത്താണ് എടിയിരുന്ന് മന്തി ഒന്ന് കേട്ടാ. സമയം ഏകദേശം 2-2:30 ആയി. എന്തെന്നാക്കല് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ വേഷന്നിട്ട് അന്ന് കണ്ടാകുന്നില്ല, ആ ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്ത്. അങ്ങനെ എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അടിപൊളി സെറ്റായി. എന്നിട്ട് താഴേക്ക് ഇറങ്ങി നമ്മൾ പോകേണ്ട ആ ഒരു തയ്യാറെടുപ്പിലായിട്ട് തിരിച്ച് വരണമല്ലോ ഇങ്ങോട്ടേക്ക്. അങ്ങനെ എല്ലാവരും അവിടെ വട്ടത്തിലിരുന്ന് കുറച്ച് സമയം സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ മെല്ലെ തിരിച്ചു നമ്മളെ അജ്മാനിലേക്ക്. തിരിച്ചു വരുമ്പോൾ നമ്മൾ 2 പേരേ ഇല്ലൂ കേട്ടോ. ഒരാളവിടെ ഇറങ്ങിന്, അനസ് അവിടെ ഇറങ്ങിന്. അവർ നാളെ ഒരു ഇൻ്റർവ്യൂ ഉള്ളത് കാരണം അവനവിടെ ഇറങ്ങിന്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ശരത്ത് വണ്ടി എടുത്തു,
ഞാൻ അതേപോലെ തന്നെ നല്ലപോലെ കിടന്നുറങ്ങി. അജ്മാനിലെത്തുമ്പോഴത്തര അറിയുന്നത്, അജ്മാനിലെത്തുമ്പോൾ ഏകദേശം ഒരു 3:30-3:45 എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിചാരിക്കാത്ത ഒരു അടിപൊളി നൈറ്റ് ഡ്രൈവ് സെറ്റ്, സൂപ്പറായിരുന്നു. അപ്പം എല്ലാം പറഞ്ഞ പോലെ കേട്ടാ. ഓക്കെ, സെറ്റ്.